അസ്സലാമലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത്താഴത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി താഴേക്ക് ഓട്ടിച്ചാനെ വിളിച്ചിട്ട് നീക്കുന്നില്ല. പ്രാവശ്യം കൂടെ വന്നിട്ട് വിളിച്ച് നോക്കാം. ഫുഡ് വെച്ചിട്ട് വരാം കേട്ടോ. ചോറിനാണെങ്കിൽ കേട്ടോ ഇന്നിപ്പോൾ വരേണ്ടാവുകൊണ്ടുള്ളത് ഇച്ചില്ല. ഇച്ച വേണ്ടാന്ന് പറഞ്ഞാൽ നീക്കാനുള്ള മടി. വെള്ളം എടുത്തണമെന്നാ മതി എന്ന് ഞങ്ങനെ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈവനിങ്ങിലത്തെ പരിപാടികളൊക്കെ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് സ്നാക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ ഞാൻ ഇവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി അത് കഴുകിയിട്ട് എടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടിയിട്ട് കഴുകിയിട്ട് ഒന്നിച്ച് വിസിലടിക്കുക. കാരണം രണ്ടും വേവിക്കണം. അപ്പോൾ രണ്ടും ഒന്നിച്ചെടുക്കുക. ഞാൻ അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങിൻ്റെ തോല് കളഞ്ഞു കേട്ടോ, രണ്ടും കൂടി ഒരുമിച്ച് കുക്കറിലിടാൻ വേണ്ടിയിട്ട്. ഇന്നപ്പോൾ വേവിക്കുന്നതിലേക്ക് ഞാൻ ഉപ്പും അതുപോലെ തന്നെ നമ്മളെ കുരുമുളകും കേട്ടോ ഇടുന്നത്. കുരുമുളക് പൊടി ഇതിട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അതപ്പോൾ കുക്കറിലിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഐറ്റംസൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അത്താഴത്തിന് ഉള്ള ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അത്താഴത്തിന് ഇച്ചൊഴികെ ഞാനും റിനു നീനൊക്കെ ചോറ് തന്നെ കഴിക്കുക. ഉമ്മി കഞ്ഞിയാണ് കുടിക്കുക. അപ്പോൾ അതിനുള്ള അരി ഇടണം. അപ്പോൾ അപ്പത്തിന് തീ കത്തിച്ചിട്ടുണ്ട്. ഇത് വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ നല്ല ചൂടുള്ള വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് കുഴക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് പരത്തണം. ഇതിലോട്ട് ഞാൻ കുറച്ച് എള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വേവിച്ച ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉടച്ച് വെക്കാം കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഉടക്കാം. അപ്പോൾ ഇതേ ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മിക്സ് ആഡ് ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കനാണിത്. പിന്നെ മല്ലിയില, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മുളക്, പിന്നെ സവാള, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ആദ്യം ചിക്കൻ മസാല ഇടാം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളെ മിക്സ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറച്ച് നേരം റെസ്റ്റിന് വെക്കാം. ഇനി നമുക്ക് ഇതെടുത്തിട്ട് കുഴക്കാം കേട്ടോ. നമ്മൾ മാവ് നല്ലോണം കുഴക്കണം. കുഴച്ച മാവ് എടുത്തിട്ട് നമുക്ക് പരത്താം കേട്ടോ. ഇത് നന്നായിട്ട് പരത്താം. എന്നിട്ട് വേണം ഈ ഫില്ലിൽ ആഡ് ചെയ്യാൻ. ആദ്യം നമുക്കിത് ഓരോ ഉണ്ടകളാക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൽ പ്രസ് ചെയ്യാം. അപ്പോൾ അത് റിനു ഉണ്ടാക്കുന്നുണ്ട്. ഞാനിനി ഇതിൽ പ്രസ് ചെയ്യാം. ഇനി ഇതെല്ലാതും പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫുള്ള് നല്ല രീതിക്ക് പരത്തണം കേട്ടോ. തീരെ കട്ടില്ലാണ്ടാവണം. അപ്പോൾ ഇത് പരത്തിയിരിക്കാം കേട്ടോ. ഈ ഫില്ലിങ് ഇതിലേക്ക് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ പരത്തി വെച്ചെടുക്കുക നമ്മൾ മസാല ഇട്ടിട്ടുണ്ട്. ഇനി ഇത് റോളാക്കാം കേട്ടോ. റോളാക്കിയിട്ടുണ്ട്. ഇനി ഇത് റോള് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ പാത്രത്തിലെടുത്ത് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ റോളാക്കാം കേട്ടോ. അതേ മൈദ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡിപ്പ് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് ഈ രണ്ട് സൈഡ് ഡിപ്പ് ചെയ്യണം ഈ മൈദയിൽ. അങ്ങനെ ഡിപ്പ് ചെയ്താൽ മതി കേട്ടോ. പൊരിച്ചിടുമ്പോൾ ഇതിലേക്ക് എടുക്കണം കേട്ടോ. പിന്നെ പൊരിച്ചു പോരാട്ടോ. ജ്യൂസ് അടിക്കുന്ന ആള് വന്നിട്ടാ. പിന്നെന്താ മുന്തിരി ജ്യൂസ് ഇല്ല പറയ്. ഓ ഇച്ച വേറെ സെവനെ പോകണമെന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അടിക്കാനാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം എന്നെ കൊണ്ടടിപ്പിക്കാത്തത് അല്ലേ. ഒന്ന് ഓറഞ്ചും ആപ്പിളും ഉണ്ട് അരിഞ്ഞേക്കാൻ. എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ചൂട് അടിപൊളി ചൂടാ. ഇവിടെ ദോശ ഇട്ടുകൊണ്ടിരിക്കണ്ട. ദോശക്ക് മുട്ടക്കറി ഉണ്ട്. ചോറ് ഇവിടെ ആയിട്ടുണ്ട്. ദോശയും മുട്ടക്കറി. ചിക്കന് നാളെ വെക്കാൻ. എല്ലാരും കട്ട വെയിറ്റിംഗ് കേട്ടോ. നിനൂറിന്റെ കട നിനൂര് നോമ്പ് തടി കയറിയിട്ട് ഒപ്പന കളിക്കണം. ചിനാക്കുന്നേ കൊണ്ടുവന്നേക്കല്ലേ എന്ത് ഞങ്ങൾ വെയിറ്റിംഗ് അല്ലേ ഇപ്പോ അല്ലേ? ഞങ്ങൾ വെയിറ്റിംഗ് അല്ലേ? വെയിറ്റിംഗ് അല്ലേ നോമ്പറക്കാന്? ആന്ന് ബാങ്ക് കൊടുത്തിട്ടാ കുടിക്കല്ലോ. കുടിക്കാനില്ല. അത് നോമ്പറന്നിട്ട് കുടിക്കാം. എന്തൊക്കെ കളിച്ച കട്ട് ഫ്രൂട്ട്സ് ഈത്തപ്പഴം ഓരോന്നാണ് ഉണ്ടാവണത്. അതാണ് ജ്യൂസ് അല്ല. എന്താണ് മൊജിറ്റോ. നമ്മുടെ ഉപ്പിട്ട് ഇറങ്ങണം കേട്ടോ. എന്നാ മം എന്നാ അച്ഛനുണ്ടാക്കിയ സ്നാക്സ്. ഇങ്ങനെ എടുക്കുമോ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ തരുന്നു. രസമുണ്ടോ? 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 സത്യം പറഞ്ഞോ? സത്യം എന്തിൻ്റെ രസാ? എന്തിൻ്റെ രസാ? രസമുണ്ടോ? എന്തിൻ്റെ രസം കിട്ടുന്നത്? പേരിടാത്ത വിഭവമൊക്കെ എന്താ? പക്ഷെ രസം കേട്ടോ. ചെറിയൊരു ചെറുതായിട്ട് മോമോസിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരുള്ളൂ. എനിക്ക് ചാഞ്ഞത്
അല്ല അതെന്താണ് ഇമ്മായി ചെറുതും രണ്ടുള്ളിലത്തെ മസാല ഒന്നല്ല ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട് അതിൻ്റെ ഇവന്നാ തിന്നമ്മ തിന്ന രസമുണ്ടോ സൂപ്പർ അടുത്ത് നമ്മളെ നാടൻ മൊജിറ്റോ ഓക്കെ അല്ലാണ്ട് കഫേ മൊജിറ്റോ ഒന്നുമില്ല നാടൻ മൊജിറ്റോ ഇട്ടോ നീനൊക്കെ വേഗം തരാൻ പറഞ്ഞിട്ടിച്ച കളിക്കും വേഗാക്ക് ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് ഒഴിക്കൂരാണ് എങ്ങനെയുണ്ട് സൂപ്പറാ സൂപ്പർ നീനു പറ അല്ല റീനു പറ കണ്ണൊക്കെ അടഞ്ഞിട്ടുണ്ടല്ലോ കുടിക്കുന്നില്ലേ നല്ല രസമുണ്ടോ അല്ലോ യൂന് കൊടുക്കിച്ചാ ഇച്ച പിടിച്ചോക്കിയേ മുജിറ്റോയോ മൊജിറ്റല്ല മുന്തിരി സോഡല്ലേ ഓ ഞാൻ കുടിച്ചോട്ടെ നീ കുടിക്കൊണ്ട് മുന്തിരി സോഡ അല്ലേ വേണ്ടേ മതിയാ ക്യാമറ പിന്നെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് മൂത്തുമ്മ മാങ്ങ കൊണ്ടുവന്നിടത്തുണ്ടായിരുന്നത് വെളിച്ചെണ്ണ ഇതെന്നൊക്കെ ചേച്ചിട്ട് വരുന്നുണ്ട് നോക്കിയപ്പോൾ അതേ മാങ്ങ ഒക്കെ ചെത്തി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉപ്പും മുളകിട്ട് ഉപ്പിട്ടില്ലേ ഉപ്പും മുളക് ഇട്ട് തിന്നാൻ കേട്ടോ കുറച്ച് അടിപൊളി സെറ്റ് സാധനം അടിപൊളി സാധനം ഒരു അടിപൊളി സാധനം ഉണ്ട് എന്തെന്ന് പറയാൻ പറ്റും നോമ്പൊക്കെ തുറന്ന് കഴിക്കാൻ പറ്റണ ഗ്യാസ് മാങ്ങ നീನು വന്ന് പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ മോനെ ഊനുണ്ട് സൂപ്പറാന്നാ പറയുന്നേ ഇപ്പൊ എല്ലാരും കഴിക്കണം നോക്കണ്ട ഞാൻ കഴിച്ച് എന്നെ മൂത്തൊക്കെ ആക്കല നല്ല കിട്ടനെ ദോശയും മുട്ടക്കറി പിന്നെ നമുക്ക് എല്ലാവർക്കും ആ ചക്ക ഉണ്ട് അത് മാറ്റോ ചക്ക കാണിക്കാന്ന് ഓള് ചോറിട്ട് തിന്നണ പിന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കഴിച്ചതേക്ക് ഇടുന്ന് ഇനിയിപ്പോൾ നാളിനി അത്താഴത്തിന് എസ്പെഷ്യലി നോമ്പ് 30 വരെ ഇനി അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നാളെ തന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.